കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാലിനി ഹർഷനെയും കുട്ടി മണ്ഡപത്തിൽ വന്ന് കല്യാണമൊക്കെ നിർത്തിവെക്കുവാണ്. ഹർഷനും കാർത്തികയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് തെളിവ് സഹിതം എല്ലാവരെയും ബോധ്യപ്പെടുത്തുവാണ് കേട്ടോ. ശാലിനി അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ ശാലിനിക്ക് മുമ്പിൽ തോൽവി സംബന്ധിച്ച് തലയും താഴ്ത്തി നിൽക്കുവാണ് ഭാമ. ഈ സമയം വിഷ്ണു ഭാമയെ ധിക്കരിച്ചുകൊണ്ട് ആ ശക്തമായ തീരുമാനം എടുക്കുവാണ്. വിഷ്ണു അങ്ങനെ ശാലിനിയുടെ അടുക്കിലേക്ക് ചെല്ലുക. ശാലിനി, ഈ വിവാഹം മുടക്കാൻ നീ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. ഊണും ഉറക്കവും ഇല്ലാതെ ഈ സത്യങ്ങളെല്ലാം തെളിയിക്കാൻ നീ ഓടി നടക്കുമായിരുന്നു. ഇനിയും നിന്നെ മറ്റാർക്കു വേണ്ടിയും അകറ്റി നിർത്താനായിട്ട് ഈ വിഷ്ണു ഉദ്ദേശിക്കുന്നില്ല. ഈ 6 വർഷക്കാലം നമ്മൾ അകന്ന് ജീവിച്ചു, എന്നാൽ ഇനി നമ്മൾ ഒരുമിച്ചായിരിക്കും ജീവിക്കാൻ പോകുന്നത്. അത് ആര് തന്നെ എതിർത്താലും ശരി എന്നും പറഞ്ഞ് ഭാമയൊന്ന് നോക്കുവാണ് കേട്ടോ വിഷ്ണു. എന്നിട്ട് അവിടെയുള്ള പൂജിച്ച താലി കയ്യിലെടുത്ത് ശാലിനിയും കൂട്ടി ആ ഒരു പീഠത്തിൻ്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കുവാണ് വിഷ്ണു. അന്നേരം ഭാമ ചോദിക്കണേ, വിഷ്ണു നീ എന്തായി കാണിക്കാൻ പോകുന്നത്? അന്നേരം വിഷ്ണു ഭാമയോട് പൊട്ടിത്തെറിക്കണേ, അമ്മ ഇനി ഒന്നും പറയണ്ട, ഞാനിത് തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മ പറയുന്നതെല്ലാം അനുസരിച്ച് ഇത്ര നാൾ അമ്മയുടെ ഒരു കളിപ്പാവ പോലെയായിരുന്നു എൻ്റെ ജീവിതം. എന്നാൽ ഇനി അത് പറ്റില്ല. ഞാൻ എൻ്റെ ശാലിനിയുടെ കഴുത്തിൽ വീണ്ടും താലി കെട്ടാൻ പോകുക. അത് കേൾക്കുമ്പോൾ ശ്യാമക്കും രാഘവനും രോഹിത്തിനും എല്ലാവർക്കും ഒത്തിരി സന്തോഷമാകുവാണ്. ഈ സമയം ഭാമ പറയുക, സ്വസ്ഥതയോടെ നീ ഇവളുടെ ഒപ്പം ജീവിക്കില്ല. അത് കേൾക്കുമ്പോൾ രാഘവൻ പറഞ്ഞേ, നാണമില്ലേ ഭാമി നിനക്ക്? സ്വന്തം മകൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ലെന്ന് ശപിച്ചിട്ട് വന്നിരിക്കുന്നു. മോനെ, നോക്കി നിൽക്കാതെ നീ താലിയെടുത്ത് ശാലിനിയുടെ കഴുത്തിൽ കെട്ടടാ. അങ്ങനെ വിഷ്ണു ശാലിനിയുടെ കഴുത്തിലേക്ക് താലി കെട്ടാനായിട്ട് തുടങ്ങുമായിരിക്കും. ഈ സമയത്താണ് ചന്ദ്രബോസും പോലീസുകാരും കൂടി അവിടെ എത്തുന്നത്. സ്റ്റോപ്പ് ഇറ്റ് എന്നും പറഞ്ഞ് ചന്ദ്രബോസ് അങ്ങോട്ടേക്ക് നടന്നു വരുവാണ്. ഇത് കണ്ട് എല്ലാവരും ഷോക്കായി നിൽക്കുവാണ്. ഈ സമയം ചന്ദ്രബോസ് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയണേ, വിഷ്ണു, ഞങ്ങൾ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അത് കേട്ടിട്ട് എല്ലാവരും ഞെട്ടുവാ. ആ സമയം ശാലിനി ചോദിക്കണേ, അറസ്റ്റോ? എന്തിന്? അന്നേരം ചന്ദ്രബോസ് പറയണേ, പിന്നെന്ത് ചെയ്യാനാ മാഡം, ഒരു കൊലപാതകം ചെയ്തവനെ പൂവിട്ട് പൂജിക്കാൻ പറ്റുമോ? കൊലപാതകോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് വന്നേക്കരുത്. അന്നേരം ചന്ദ്രബോസ് പറയണേ, ഇവനെ ഒരാളെ കൊന്നു. ആ കാർത്തിക എന്ന് പറയുന്നവനെ മരണപ്പെട്ടു. ഈ വിഷ്ണുവാണ് അവളെ കൊന്നത്. അത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോകുവാണ്. ഈ സമയം ശാലിനി പറയണേ, നിങ്ങളെന്ത് കള്ളോ പറയുന്നത്? കാർത്തികക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അവളിവിടെ മണ്ഡപത്തിൽ തന്നെയുണ്ട്. ആണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് വിളിച്ച് ഞങ്ങൾ കാണട്ടെ. ഈ സമയം ശ്യാമയോട് ശാലിനി പറയണേ, മോളെ നീ ചെന്ന് കാർത്തികയെ വിളിച്ചുകൊണ്ട് പോവാം. അങ്ങനെ ശ്യാമ കാർത്തികയുടെ റൂമിലേക്ക് ചെന്ന് നോക്കുവാണ് കേട്ടോ. അവിടെ എല്ലാം കാർത്തികയെ അന്വേഷിക്കുക. എന്നിട്ട് ശ്യാമ തിരികെ ഓടി വരുക. ഈ സമയം ശാലിനി ചോദിക്കണേ, എന്താ മോളെ, എവിടെ കാർത്തിക എവിടെ? കുഞ്ഞേച്ചി, അവൾ ആ റൂമിലൊന്നുമില്ല, ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു. അത് കേട്ട് കാർത്തികയുടെ അച്ഛനും അമ്മയും ഹർഷനും എല്ലാവരും ടെൻഷനാകുവാണ് കേട്ടോ. ഈ സമയം ചന്ദ്രബോസ് പറയണേ, അവളെ മാഡത്തിൻ്റെ ഭർത്താവ് കുത്തിക്കൊന്നു. അവളുടെ ബോഡി എവിടെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ഈ വിഷ്ണുവാ പറയേണ്ടത്. അന്നേരം ശാലിനി പറയണേ, നിർത്ത്, ഒരു തെളിവില്ലാതെ നിങ്ങളെങ്ങനെയാണ് വിഷ്ണുവേട്ടൻ്റെ തലയിൽ ഈ കുറ്റം ചാർത്തുന്നത്? അന്നേരം ചന്ദ്രബോസ് പറയണേ, അതിന് ആര് പറഞ്ഞു തെളിവില്ലെന്ന്? നല്ല വ്യക്തമായ തെളിവ് കിട്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവൻ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നത്. ആ തെളിവ് നിങ്ങളെല്ലാവരും കാണുക എന്ന് പറഞ്ഞ് ചന്ദ്രബോസിൻ്റെ ഫോണിലുള്ളൊരു വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിച്ചു കൊടുക്കുവാണ്. വിഷ്ണു കത്തിയുമായിട്ട് കാർത്തികയുടെ അരികിൽ ചെന്നതും മണ്ഡപത്തിൽ വന്നാൽ നിന്റെ കഴുത്തിറക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടല്ലോ, ആ ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ അത്. അതുകൊണ്ട് എല്ലാവരും അങ്ങ് ഷോക്കായി നിൽക്കുവാണ്. ഈ സമയം ശാലിനി ചന്ദ്രബോസിനോട് പറയണേ, ഇല്ല, ഇതിലെന്തോ ചതിയുണ്ട്. വിഷ്ണുവേട്ടൻ ഒരിക്കലും ഇങ്ങനെയൊരു തെറ്റ് ചെയ്യില്ല. ഇതിൽ മറ്റാരുടെയോ കളിയുണ്ട്. അത് കേൾക്കുമ്പോൾ ചന്ദ്രബോസ് പറയണേ, അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ മാഡം. മാഡത്തിനത് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഈ സമയം ചന്ദ്രബോസ് പറയണേ, അതെ, നിങ്ങളെല്ലാവരും ഇവിടെ മൊത്തം ഒന്ന് പരിശോധിക്കുക. എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല. പ്രത്യേകിച്ച് ആ പെണ്ണിൻ്റെ റൂമൊക്കെ ഒന്ന് പോയി പരിശോധിക്കുക. അങ്ങനെ പോലീസുകാരെല്ലാവരും കാർത്തികയുടെ റൂമൊക്കെ പോയി പരിശോധിക്കുവാണ്. അന്നേരം അവിടെ നിന്ന് വിഷ്ണു കാർത്തികയെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയുണ്ടല്ലോ, അത് വിഷ്ണു ആ റൂമിൽ തന്നെ വലിച്ചെറിഞ്ഞിട്ടായിരുന്നു പോയിരുന്നത്. ഇപ്പം നോക്കുമ്പോൾ ആ കത്തിയിൽ രക്തക്കറയമുണ്ടാകും. അങ്ങനെ പോലീസുകാർ ടവലിൽ പൊതിഞ്ഞ് ആ കത്തിയുമായിട്ട് മണ്ഡപത്തിലേക്ക് വരുവാണ്. അങ്ങനെ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം കിട്ടിയെന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോകുവാണ് കേട്ടോ. വിഷ്ണു ആണെങ്കിൽ ഈ കാഴ്ചയൊക്കെ കണ്ട് എന്ത് പറയണം എന്നറിയാതെ ടെൻഷനോട് കൂടി നിൽക്കുവാണ്. തെളിവുകളെല്ലാം വിഷ്ണുവിനെതിരാണ്. അതുകൊണ്ട് കൂടുതൽ അന്വേഷണത്തിനും മറ്റുമായിട്ട് വിഷ്ണുവിനെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം. മാഡം ഞങ്ങളുടെ ജോലിയെ തടസ്സപ്പെടുത്തരുത്. എടോ, നോക്കി നിൽക്കാതെ ഇവൻ്റെ കൈ വിലങ്ങ് വെക്കടോ. അങ്ങനെ വിഷ്ണുവിൻ്റെ കയ്യിൽ വിലങ്ങ് വെക്കുവാണ്. വാടാ എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കൈ പിടിച്ചിങ്ങനെ വലിക്കുവാണ് കേട്ടോ ചന്ദ്രബോസ്. ഈ സമയം വിഷ്ണു ദേഷ്യത്തിൽ ചന്ദ്രബോസിൻ്റെ കൈ തട്ടി മാറ്റുക. എന്നിട്ട് ചന്ദ്രബോസിൻ്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറയണേ, ഞാൻ തിരിച്ചു വരുവാടാ. നിൻ്റെ ശൗര്യമൊക്കെ പോലീസിൻ്റെ അടുത്ത് കാണിക്കട്ടെ എന്നും പറഞ്ഞ് ചന്ദ്രബോസ് വിഷ്ണുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുവാണ്. ഈ സമയം ഭാമ കരഞ്ഞുകൊണ്ട് വിഷ്ണുവിൻ്റെ അരികിലേക്ക് ഓടി വരിക. മോനെ, എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്.
എന്തൊക്കെയാണ് വിഷ്ണു ഞാൻ ഈ കാണുന്നത് എന്നും പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് ചെല്ലുവാണ്. ഈ സമയം വിഷ്ണുവിനാണെങ്കിൽ അങ്ങ് ഭ്രാന്ത് മൂത്ത് നിൽക്കുമായിരിക്കും. അങ്ങനെ അമ്മയുടെ കൈയൊക്കെ തട്ടി മാറ്റുവാണ് വിഷ്ണു. എന്നിട്ട് പറയുക, ദേ നിങ്ങൾ മിണ്ടിപ്പോരുത്. എൻ്റെ ഈ അവസ്ഥക്ക് കാരണം നിങ്ങൾ ഒറ്റയെടുത്തിയാ. മകൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീര് കാണണമെന്ന് ചിന്തിക്കുന്ന അമ്മമാരെ പോലെ തരം താഴ്ന്നു പോയി എൻ്റെ അമ്മ. ശാലിനി എന്നെ അകറ്റാൻ എന്തൊക്കെ ചെയ്തു. ആ കാർത്തിക എൻ്റെ ഭാര്യയല്ലെന്ന് നിങ്ങളോട് ഞാൻ കരഞ്ഞു പറഞ്ഞതല്ലേ, എന്നിട്ടും നിങ്ങളത് വിശ്വസിച്ചോ? എനിക്കിഷ്ടമില്ലാതിരുന്നിട്ടും അവൾ എൻ്റെ തലയെ കെട്ടിവെക്കാൻ നോക്കിയില്ലേ? അതെല്ലാം കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിങ്ങൾക്കിപ്പോൾ സന്തോഷമല്ലോ, നിങ്ങൾ സന്തോഷിക്ക്. എനിക്കിനി നിങ്ങളുടെ മുഖം കാണണ്ട. ഞാൻ ചത്താൽ പോലും നിങ്ങൾ എന്നെ കാണാൻ വരരുത് എന്നും പറഞ്ഞ വിഷ്ണു പോലീസുകാർക്കൊപ്പം പോകുവാണ്. വിഷ്ണുവിൻ്റെ ആ വാക്കുകളൊക്കെ കേട്ട് ആകെ തകർന്നടിഞ്ഞ് നിൽക്കുവാണ് ഭാമ. ഈ സമയം ആ കാഴ്ച കൊണ്ട് എല്ലാവരും ആകെ സങ്കടത്തിലും വിഷമത്തിലും നിൽക്കുവാണ്. ഇതേസമയം ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് നിൽക്കുവാണ് മധുശ്രീ. അങ്ങനെ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞ മധുശ്രീ മുമ്പത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുവാണ്. വിഷ്ണു കാർത്തികയെ ഭീഷണിപ്പെടുത്താൻ റൂമിലേക്ക് പോയല്ലോ, ആ സമയം അവിടെ മധുശ്രീ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിഷ്ണു കത്തിയും പിടിച്ച് കാർത്തികയും ഭീഷണിപ്പെടുത്തുന്നത് കാണുന്ന മധുശ്രീ അതെല്ലാം ഫോണിൽ പകർത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷം കാർത്തിക ഹർഷനോട് വീഡിയോ കോളിൽ സംസാരിച്ച് സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് റൂമിൽ ടെൻഷനോട് കൂടി നിൽക്കുമായിരിക്കും. ഈ സമയം മധുശ്രീ മുഹൂർത്തമായി എന്നും പറഞ്ഞ് കാർത്തികയുടെ അരികിലേക്ക് ചെല്ലുവാൻ കേട്ടോ. അന്നേരം സത്യങ്ങളെല്ലാം അറിഞ്ഞ ദേഷ്യത്തിൽ കാർത്തിക മധുശ്രീയുടെ കരണത്തിട്ടൊന്ന് പൊട്ടിക്കുക. എടി, നീ എന്നെ ഇത്ര നാളെ ചതിക്കുമായിരുന്നല്ലേ? നിന്റെ കയ്യിൽ കളിപ്പാവയാക്കി വെച്ചിരിക്കുമായിരുന്നല്ലേ എടി എന്നെ? നീ എന്താടി പറഞ്ഞത്? എൻ്റെ ഹർഷൻ്റെ വിവാഹം കഴിഞ്ഞു അല്ലേ? എല്ലാ സത്യങ്ങളും എനിക്ക് മനസ്സിലായടി. നീ എന്നെ ചതിക്കുവാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്നെ എൻ്റെ ഹർഷനെ അകറ്റാൻ നോക്കിയതിന് നിന്നെ ഞാൻ വെച്ചേക്കില്ലടി. എൻ്റെ വിഷ്ണുവേട്ടൻ്റെ വിവാഹം നടക്കാൻ പോകുന്നില്ല. നീ ആഗ്രഹിച്ചതൊന്നും നടക്കില്ല. ഞാൻ എല്ലാ സത്യങ്ങളും ബാമാൻ്റിയോട് വിളിച്ചു പറയും. ഉടനെ തന്നെ ശാലിനി എൻ്റെ ഹർഷനെയും കുട്ടിയോട് എത്തുവടി. നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കില്ല. സത്യാമ്മയെ കൊണ്ട് തന്നെ നിന്നെ ഞാൻ ഇവിടുന്ന് അടിച്ച് പുറത്താക്കിക്കും. അന്നേരം മധുശ്രീ കാർത്തികയെ തടയുക. ദേ കാർത്തികെ, നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചെയ്യരുത്. അന്നേരം കാർത്തിക മധുശ്രീയോട് പൊട്ടിത്തെറിക്കണേ. വേണ്ട, ഇനി നീ പറയുന്നതൊന്നും കേൾക്കണ്ട. എനിക്കറിയാം എങ്ങനെ നിന്നെ നേരിടണമെന്ന്. അങ്ങനെ പറഞ്ഞ കാർത്തിക അവിടെ നിന്ന് പോകാൻ തുടങ്ങുമായിരിക്കും. ഈ സമയം അവിടെയുള്ള എന്തോ ഒരു വടികൊണ്ട് കാർത്തികയുടെ തലക്കടിച്ച് വീഴ്ത്തുവാണ് കേട്ടോ മധുശ്രീ. അങ്ങനെ തലയിൽ നിന്ന് രക്തം വന്ന് കാർത്തിക നിലത്ത് ബോധമില്ലാതെ കിടക്കുവാണ്. ഈ സമയം മധുശ്രീ ഡേവിഡിനെയും ആൾക്കാരെയും വിളിക്കുവാണ്. എന്നിട്ട് കാർത്തികയുടെ റൂമിലേക്ക് വരാൻ പറയുവാണ്. അങ്ങനെ ഡേവിഡും ആൾക്കാരും വരുമ്പോൾ മധുശ്രീ തൻ്റെ പ്ലാനൊക്കെ അവരോട് പറയുവാണ് കേട്ടോ. അങ്ങനെ കാർത്തികയെ അവിടെ നിന്നും മാറ്റണമെന്നും തെളിവുകളെല്ലാം വിഷ്ണുവിനെതിരാക്കണമെന്നും പറഞ്ഞ് അവർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുവാണ് മധുശ്രീ. അങ്ങനെ കാർത്തികയുടെ ബോഡി അവിടെ നിന്ന് മാറ്റുന്നൊക്കെയുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് സന്തോഷത്തോടെ നിൽക്കുവാണ് മധുശ്രീ. പിന്നീട് ചന്ദ്രബോസ് വിഷ്ണുവിനെ പോലീസ് സ്റ്റേഷനിലാക്കി ലോക്കപ്പിൽ കൊണ്ടുപോയി അടച്ചിടുവാണ്. എന്നിട്ട് ചന്ദ്രബോസ് പറയണേ, എടാ ഈ കിട്ടിയ അവസരം ഞാൻ പാഴാക്കി കളയില്ലടാ. ഇത് ഒരു നോൺ ബെയിലബിൾ ഒഫൻസാണ്. നിന്റെ കളക്ടർ മാഡം വിചാരിച്ചാൽ പോലും നിന്നൊരിക്കലും ജാമ്യത്തിലിറക്കാൻ പറ്റില്ല. എൻ്റെ എല്ലാ പ്രതികാരവും തീർത്ത് നിന്നെ ജയിലിലേക്ക് അയക്കും. അവിടെ നിന്ന് നീ ജീവനോടെ പുറത്തു വരാൻ പോകുന്നില്ലടാ വിഷ്ണു എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുവാണ് ചന്ദ്രബോസ്. വിഷ്ണു തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും ഇതാരുടെ ചതിയാണെന്നും അതെങ്ങനെയെങ്കിലും തെളിയിക്കുമെന്നും പറഞ്ഞ് ശബ്ദമെടുത്ത് നടക്കുവാണ് ശാലിനി. അപ്പോൾ എന്താകും ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്